രാവിലെ തന്നെ അനീഷും വീട്ടുകാരുമായിട്ട് വഴക്ക് തുടങ്ങിയിരിക്കുകയാണ്. ഷാനവാസും അനീഷും തമ്മിൽ മറുഭാഗത്ത് അടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ആദിലും നൂറും അനീഷും തമ്മിൽ പൊരിഞ്ഞ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് രാവിലെ തന്നെ. എന്താണ് സംഭവം പറയാം. ഡേ 66 രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 3:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വരിക. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. രാവിലെ 7 മണിക്ക് തന്നെ അനീഷ് എഴുന്നേറ്റിട്ട് മോർണിംഗ് വാക്കും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അതായത് ഗാർഡൻ ഏരിയയിൽ കൂടെ അങ്ങനെ മോർണിംഗ് വാക്ക് നടത്തുന്നുണ്ട്. ബിഗ് ബോസ് വീടിന് പുറത്ത്, അതായത് സിറ്റ് ഔട്ടിലായിട്ട് അവർ ഇരിപ്പുണ്ട്. അതായത് ആദ്യം നൂറ് അവിടെ ഇരിപ്പുണ്ട്. അനീഷിനെ പറ്റി ഓരോന്നും പറഞ്ഞിട്ട് അവർ സംസാരിച്ചാൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊന്നും വകവയ്ക്കാതെ അനീഷ് ഇങ്ങനെ ഗാർഡൻ ഏരിയയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഷാനവാസ് വരികയാണ് ചെയ്യുന്നത് അനീഷിനോട് സംസാരിക്കാനായിട്ട്. പിന്നീടാണ് വഴക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി വയ്ക്കുന്നത്. അപ്പോൾ അനീഷ് പറയുന്നു, വീട്ടിൽ നിന്ന് വന്നവർ ഹിന്ദുക്കൾ തന്നതിന് ശേഷമാണ് എന്നെ പലരും ഇവിടെ മാറ്റി നിർത്തുന്നത്. അവിടെ പോകാൻ സമ്മതിക്കുന്നില്ല, ഇത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു, നിങ്ങളുടെ സഹോദരൻ അബീഷ് വന്നിട്ട് പറഞ്ഞില്ലേ എൻ്റെയും നിൻ്റെയും കോമ്പോ അടിപൊളിയാണെന്ന്, അപ്പോൾ ഇത് തന്നത് ഹിന്ദൊന്നും അല്ലേ? അപ്പോൾ അനീഷ്, അത് ഫാമിലി വന്ന് പറഞ്ഞെങ്കിലും എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ പറഞ്ഞത്. അപ്പോൾ ഷാനവാസ്, അത് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരും കേട്ടത് കൊണ്ടായിക്കൂടെ അങ്ങനെ പറഞ്ഞത്, അവർ വിചാരിച്ചിട്ടുണ്ടാകും പേഴ്സണലായിട്ട് ഒന്നും പറയണ്ട എന്ന് കരുതി കാണും, അങ്ങനെ ആയിക്കൂടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആദില കടന്നു വരുന്നുണ്ട്. പിന്നീട് ആദിലെ അനീഷ് തമ്മിലാണ് വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നല്ല രീതിക്ക് വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പറഞ്ഞ് നല്ല രീതിക്ക് വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് അറ്റാക്കാണ്. അപ്പോൾ ആദില നമ്മൾ പറയുന്നുണ്ട്, എടാ നീ നിൻ്റെ നെൽകൃഷി വിറ്റിട്ട് പാടം കൊടുത്തിട്ട് PR ആയിട്ടല്ലേടാ നീ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അനീഷ്, ഓഹോ നീ ഇവിടെ കൊളാബ് കൊടുത്തിട്ടല്ലേ നീ വന്നത്, കൊളാബ് കൊടുത്തിട്ടല്ലേ നീ വന്നത് എന്ന് ചോദിക്കുന്നു. ഇത് തന്നെ 1.5 മണിക്കൂർ ലൈവിനകത്ത് ഇവരെ തന്നെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് 1.5 മണിക്കൂർ ലൈവിനകത്ത് നടന്നു തന്നത് രാവിലത്തെ. അപ്പോൾ ആദിലയും വിട്ടുകൊടുക്കുന്നില്ല, അതുപോലെ തന്നെ അനീഷ് ഇവിടെ വിട്ടുകൊടുക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് അങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട് നമ്മുടെ അനീഷിനോട്, തനിക്ക് നാണമില്ലേടോ PR കൊടുത്തിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാൻ, അങ്ങനത്തവനെ മറിച്ചവനെ മറ്റവനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. താൻ നെൽകൃഷി കൊടുത്ത് PR കൊടുത്തിട്ടല്ലേ, പാടം വിറ്റ് കൊടുത്തിട്ടൊക്കെ അല്ലേ, PR കൊടുത്തിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനെ ഇവനെന്നൊക്കെ അനീഷിനെ വായ തോന്നിയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നൂറേയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഫാമിലി വന്നതിന് ശേഷം മാറി, അങ്ങനെ മാറി, ഇങ്ങനെ മാറി, നിങ്ങളെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടുകാർക്ക് മനസ്സിലായി. അപ്പോൾ വീട്ടുകാരെല്ലാവരും പറയാണ്, നമുക്ക് മതിയാക്കാം, ഇയാളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മൾ മിണ്ടുന്നുമില്ല. അനാവശ്യമില്ലാതെ വള്ളി പിടിച്ചിട്ട് വീട്ടുകാർ വന്നപ്പോൾ പറഞ്ഞു കൊടുത്ത് കാണും, നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ട് എന്നല്ല ഇയാൾ പറയുന്നത്. വീട്ടുകാർ വന്നപ്പോൾ ഇയാളോട് പറഞ്ഞു കാണുമായിരിക്കും, അതായത് പഴയ അനീഷായിട്ട് ഇവിടെ നിൽക്കാൻ, അതുകൊണ്ട് ഇയാൾ അവിടെ ഇരുന്നോട്ടെ, അയാളുടെ പാട്ടിന് വിട്ടേക്ക്, ഇയാളെ മൈൻഡ് ചെയ്യാനേ പോകണ്ട, അവിടെ ഒരു ഭാഗത്ത് ഇരുന്നോട്ടെ എന്ന് പറയുന്ന തീരുമാനത്തിൽ വീട്ടുകാരെത്താണ് ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ബിഗ് ബോസ് ഇരിക്കുന്നുണ്ട്. ബിഗ് ബോസ് 8 മണിക്ക് കൊണ്ടുവരേണ്ട മോർണിംഗ് സോങ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. കാരണം ഈ വഴക്കും കാര്യങ്ങളൊക്കെ തീരട്ടെ, കാരണം 1.5 മണിക്കൂർ ഇങ്ങനെ വഴക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഇത് റെസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കാണും. അപ്പോൾ അതിന് ശേഷമാണ് ഒരു 8-9 മണിക്കായി കാണും, ഈ വഴക്കൊക്കെ കഴിഞ്ഞ് 8-9 മണിക്കായി കാണും മോർണിംഗ് സോങ് വന്നപ്പോൾ. മോർണിംഗ് സോങ്, ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് ഇതാണ്, 14-ാം രാവിൻ്റെ തിര പോലെ വന്നല്ലോ, ആ പാട്ടാണ് മോർണിംഗ് സോങ് ആയിട്ട് വരുന്നത്. അതിനുശേഷം വീട്ടുകാർ നമ്മുടെ അനീഷിൻ്റെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ അനീഷിനെ ആദ്യം എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്നിട്ട് നിൽക്കുന്നില്ല, എവിടെ നിൽക്കുന്നില്ല, ഈ വഴക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, മിണ്ടാതിരിക്കും, ആരും പറയരുത്, ഇവൻ്റെ കണിയിൽ ആരും പോയി വീണ് കൊടുക്കരുത്. അപ്പോൾ ലക്ഷ്മി അനീഷും സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ്, നീ കൂടുതൽ അവൻ്റെ സൈഡിൽ പോയി നിൽക്കണ്ട. അപ്പോൾ ലക്ഷ്മി, ഇല്ല, പുള്ളിക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, അതാണ് ഞാനിവിടെ മാറ്റി കൊടുത്തത്. അപ്പോൾ ഫാമിലി വന്നിട്ട് നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അനീഷേട്ടാ എന്ന് ലക്ഷ്മി പറയുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു, ഓ നീ എന്തിനാ കൂടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം എന്ന് പറയുന്നു. അപ്പോൾ ആര്യൻ എന്തിനാണ് കയറി ഇടപെടുകയാണ്. അപ്പോൾ ആര്യൻ വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ അതായത് വന്നപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അനീഷിനോട് സംസാരിക്കാൻ പോകരുത്, അതുപോലെ തന്നെ മുഖം കൊടുക്കരുത് എന്ന്.
ലക്ഷ്മി അതായത് ആ ലക്ഷ്മി തന്നെ ഇപ്പോൾ ഇടപെടുകയാണോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ അപ്പോൾ നിങ്ങൾക്കറിയാം വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ എന്നോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ സംസാരിക്കാൻ പാടില്ല, ഇപ്പോൾ ഫാമിലി റൗണ്ട് വന്നപ്പോഴും എന്നോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പോൾ എല്ലാവരും അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഈ ഒരു മൈൻഡിലേക്ക് എത്തിയത്, എന്നെ മാറ്റി നിർത്താൻ തുടങ്ങിയത് എന്നുള്ളത് പറയുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് BB ന്യൂസ് റിപ്പോർട്ടേഴ്സ് എന്നാണ് ആക്ടിവിറ്റിയുടെ പേര് പറയുന്നത്. 64 ദിവസം കഴിഞ്ഞിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടേഴ്സ് നിങ്ങളുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയാണ്. അപ്പോൾ അവർ എങ്ങനെയായിരിക്കും ന്യൂസ് വായിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് മോർണിംഗ് ആക്ടിവിറ്റി. അപ്പം ഓരോരുത്തരും പോയിട്ട് ഓരോരുത്തർക്ക് 2 മിനിറ്റ് വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും പോയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേറ്റവും നന്നായിട്ട് പറയുന്നത് നമ്മുടെ അനുമോൾ നന്നായിട്ട് മോർണിംഗ് ടാസ്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും എന്തൊക്കെ വായി തോന്നി എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. മട്ടൻ്റെ കേസൊക്കെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അനുമോൾ മാത്രമാണ് ഇവിടെ നന്നായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അതിനുശേഷം അനീഷ് ക്യാമറയിൽ പോയി പറയുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ PR-ൻ്റെ സംഭവം അറിഞ്ഞിട്ടില്ല. 3 ദിവസമാണ് എനിക്ക് കിട്ടിയത്. സോഷ്യൽ മീഡിയസിൽ ഫോളോവേഴ്സൊന്നുമില്ല. എൻ്റെ നെൽകൃഷി പാടം വിറ്റിട്ടാണ് ഞാൻ PR എടുത്തതെന്ന് ബിഗ് ബോസ് എൻ്റെ നാട്ടിൽ പോയി അന്വേഷിക്കണം. തലമുറയായി കൈമാറി വരുന്നതാണ് എൻ്റെ നെൽകൃഷിപ്പാടം. ഞാൻ ഒരിക്കലും അത് വിൽക്കത്തില്ല. പുള്ളിക്കാരന് അതായത് അനീഷ് കുറച്ച് വിഷമമായിട്ടുണ്ട്. കാരണം അതായത് നെൽകൃഷി വിറ്റിട്ടല്ലേ ഇങ്ങനെ PR കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ മനസ്സ് തട്ടി. അതുകൊണ്ടാണ് പറയാൻ കാരണം. ഞാനൊരിക്കലും PR-ന് വേണ്ടി കൊടുത്തിട്ടില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. എൻ്റെ അനിയൻ വന്നപ്പോൾ കോംബോയോ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഷാനവാസ് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഷാനവാസ് അപ്പുറം നിന്നിട്ട് പറയുന്നുണ്ട്, ഇവൻ കള്ളനാണ്, ഇവൻ നാടകം കളിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇതാണ് നടന്നത്. ലൈവിനകത്ത് ഒരു ഉച്ചവരെ നടന്ന സംഭവം ഇതാണ്. ഇനിയിപ്പോൾ രസകരമായ ടാസ്ക് കാര്യങ്ങളൊക്കെ വരും. BB മാരത്തോൺ വരാനിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്യാസിൻ്റെ പോലത്തെ ഉള്ള സംഭവം. അതായത് ഇന്ന് ബിഗ് ബോസ് വീടൊക്കെ നിശ്ചലമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വെള്ളമില്ല, ബാത്റൂമിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ബിഗ് ബോസ് വീട്ടുകാരിയിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ആ ടാസ്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിയട്ടെ, അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് രാവിലത്തെ ലൈവ് കണ്ടിട്ട് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ആൻഡ് ടേക്ക് കെയർ.